ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മൻസറിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിലെ നമ്മുടെ നിധിയുടെയും സുധീഷിന്റെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ നിധിയും സുധീഷും തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് അവിടെ നടക്കുന്നത്. സുധീഷ് രണ്ടും കൽപ്പിച്ച് തൻ്റെ മനസ്സ് തുറന്ന് നമ്മുടെ നിധിയോട് നിധിയെ സ്നേഹിക്കുന്നു എന്നും ഇത്രയും നാള് അത് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു, തനിക്ക് അതിനുള്ള ധൈര്യം ഇല്ലായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളും നിധി ആദ്യം മുതൽ കണ്ടതും അങ്ങനെയുള്ള ഇതൊക്കെ നമ്മുടെ എപ്പിസോഡിൽ ഇതാക്കുകയാണ് ഇന്നത്തെ. അപ്പോൾ അതിനുശേഷം നിധി സുധീഷിനെ ഓരോന്നോരോന്നായിട്ട് ആധാർ കാർഡിന്റെ കേസ്, പിന്നെ ഗോപി സാറിനെ കണ്ടിട്ട് വന്ന ആധാർ, എൻ്റെ നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആധാർ ഇല്ല എന്നല്ല എന്നോട് പറഞ്ഞത്, പക്ഷെ നിങ്ങൾ അവിടെ എൻ്റെ ആധാർ സബ്മിറ്റ് ചെയ്തു എന്ന കാര്യമൊക്കെ നിധി ഗോപി സാറിന്റെ വായിൽ നിന്ന് അറിയുകയാണ്. അപ്പോൾ സുധീഷ് നിധിയെ പ്രപ്പോസ് ചെയ്ത ആ ഒരു വലിയ ഭാരം ഇറക്കി നിൽക്കുന്ന സുധീഷിന് നിധിയിൽ നിന്ന് കിട്ടിയ പ്രതികരണം നേരെ തിരിച്ചാണ്. അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരുവനന്തപുരത്ത് വന്നിട്ട് ഞാൻ എടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനം നിങ്ങളെ ഡൈവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് എന്ന് മുഖത്ത് നോക്കിയിട്ടാണ് പറഞ്ഞിട്ട് പോണത് കേട്ടോ. അത് സുധീഷിനെ സംബന്ധിച്ച് ഒട്ടും പ്രതീക്ഷിച്ചില്ല. സുധീഷ് പ്രതീക്ഷിച്ച താൻ പ്രപ്പോസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിധി എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അങ്ങനെയൊക്കെ പറയും. പക്ഷെ നിധി ഗോപി സാറിനെ കണ്ടിട്ട് വന്ന ആ ഒരു ഇതായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിധിക്ക് ഒട്ടും തന്നെ സുധീഷിന്റെ എന്ന് വെച്ചാൽ ഫുൾ ഫ്രോഡ് ആണെന്ന് മുഖത്ത് നോക്കി തന്നെ നിധി സുധീഷിനെ വിളിക്കുകയാണ്. തൻ്റെ കൂടെ ഒരു മനുഷ്യന് ആരെങ്കിലും ഒരാളെ തന്നെ വിശ്വസിക്കൂടോ, തൻ്റെ വാക്കുകൾ വിശ്വസിക്കൂടോ എന്നൊക്കെ പറഞ്ഞ് സുധീഷിന് ആ രീതിയിലാണ് നിധി തിരിച്ചു മറുപടി കൊടുത്ത് അടിച്ചമർത്തി നിർത്തുന്നത്. അത് കഴിഞ്ഞ് നിധി നേരെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ വീട്ടിൽ പോകണം കേട്ടോ. സുധീഷിന് ആകെ തളർന്നു പോകണം, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ടോ. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു തിരിച്ചടി ആയിരിക്കും നിധിയിൽ നിന്ന് കിട്ടുക എന്നുള്ളത്. സുധീഷ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അങ്ങനെ സുധീഷ് ബൈക്ക് എടുത്തുകൊണ്ട് തിരിച്ച് നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് പോയത് ഇന്ന് എന്തൊക്കെ വന്നിരുന്നാലും നിധിയോട് തൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും എന്ന് കരുതി തന്നെയാണ് നമ്മുടെ സുധീഷ് പോയത്. അപ്പൊ അവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഹരീഷും സുഭാഷും നികേഷും ഒക്കെ എന്താകും പോയിട്ട് വല്ലതും പറഞ്ഞു കാണുമോ. അപ്പോഴാണ് നിധി വന്ന് നേരെ റൂമിലോട്ട് കയറി. സുധീഷ് വണ്ടിയിൽ വന്ന് തിരിച്ച് കയറിയാണ്. രണ്ടുപേരും കൂടെ ആക്ടിവയിൽ പോയതാണ്. തിരിച്ച് ഓട്ടോറിക്ഷയിലാണ് നിധി വന്നത്. പക്ഷെ അത് അവരാരും ശ്രദ്ധിച്ചില്ല, ഒരുമിച്ച് വന്നു എന്നുള്ള ധാരണയിലാണ് അവരിയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സുധീഷ് പെട്ടെന്ന് നേരെ ചെന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആവുകയാണ്. സുധീഷ് ചങ്ക് പൊട്ടി കരയാണ്. പക്ഷെ അവരെ മുഖത്ത് അവർക്കൊന്നും ഒരു ഐഡിയ കൊടുക്കാണ്ട് സുധീഷ് അത് ആ രീതിയിൽ സുഭാഷ് ചേട്ടനൊക്കെ വിഷമാവത്തില്ലേ, അതുകൊണ്ട് അത് അവരെയൊന്നും അറിയിക്കാണ്ടുള്ള രീതിയിൽ നിൽക്കുകയാണ്. പക്ഷെ നികേഷിന് ഒരു സംശയം, പോയതുപോലെ അല്ല തിരിച്ചു വരുന്നത്, എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് ഇങ്ങനെ സുഭാഷ് ചേട്ടൻ്റെ അടുത്ത് പറയണേ. അപ്പൊ ഹരീഷും പറഞ്ഞു, എന്തോ പന്തികേട് മണക്കണുണ്ട് സുഭാഷ് ചേട്ടാ, രണ്ടുപേരെ മുഖം അത്ര പോരാ എന്നിങ്ങനെ പറയണ കേട്ടോ. അപ്പൊ സുധീഷ് ചോദിച്ചു, എന്തേ എല്ലാവരും ഇങ്ങനെ തന്നെ നിൽക്കണേ. അപ്പം നികേഷ് എന്നിട്ട് ചോദിച്ചു, അതെ സുധീഷ് ചേട്ടാ, പോയിട്ട് വല്ലതും നടന്നോ, എന്തെങ്കിലും മനസ്സ് തുറന്ന് നിങ്ങൾ പറഞ്ഞോ. അപ്പൊ സുധീഷ് പറഞ്ഞു, ഇല്ലടാ പറയാൻ പറ്റിയില്ല. ഓ നശിപ്പിച്ചു, ഇവിടെ എന്ത് ഗുമ്മടിച്ചിട്ടാ പോയത്, ഞാൻ ഇന്ന് എന്തൊക്കെ വന്നാലും പറഞ്ഞിട്ടേ വീട്ടിൽ കയറുള്ളൂ, അതാണ് ഇതാണ്, എന്തുവാണ് തനിക്ക് ഇത്ര ധൈര്യമുള്ളൂ എന്നൊക്കെ ചോദിച്ചു ഹരീഷും കളിയാക്കിയാണ് കേട്ടോ. പക്ഷെ തൻ്റെ ഉള്ളു പിടയണ ആ ഒരു കാര്യം ആർക്കും അറിയില്ല. കാരണം സുധീഷ് ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാര്യമല്ലല്ലോ നിധിയിൽ നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കിടക്കുകയാണ്. അപ്പോൾ സുധീഷിന് വേണ്ടാന്ന് പറഞ്ഞു, സുധീഷും കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് രാത്രി കിടക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് നമ്മുടെ സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. എടാ എന്തു പറ്റി, നിന്റെ മുഖം വല്ലാണ്ടിരിക്കുകയാണല്ലോ, നിധി എന്തെങ്കിലും പറഞ്ഞോ. അപ്പോൾ ഇല്ല സുധീഷ് ചേട്ടാ, ഞാനൊന്നും പറഞ്ഞില്ല നിധിയോട് എന്നിങ്ങനെ പറഞ്ഞു. അല്ല നിന്റെ മുഖം കണ്ടിട്ട് ഒരു വല്ലാത്ത ഒരു ഇതുപോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും നികേഷ് ചെന്നിട്ട് ചോദിക്കുകയാണ്, അതെ എന്തെങ്കിലും ഒരു ഐഡിയ, ഒരു ഹിന്റെങ്കിലും സുധീഷേട്ടന് കൊടുക്കാൻ പാടില്ലായിരുന്നോ, നല്ലൊരു അവസരമല്ലായിരുന്നു എന്ന് പറഞ്ഞു. എടാ പറ്റിയില്ലടാ മോനെ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് നികേഷിൻ്റെ അടുത്ത് കിടന്നോളാൻ പറയണേ. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ ശേഷം സുധീഷ്
പൊട്ടിക്കരയാണ് കേട്ടോ. പക്ഷെ ആ കരച്ചിൽ നമ്മുടെ സുഭാഷ് കേൾക്കുകയാണ്. സുഭാഷ് സുധീഷിനെ ചേർത്ത് പിടിക്കുകയാണ്. ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നീ വിഷമിക്കല്ല, നീ തളരണ്ട, നീ സമാധാനമായിട്ടിരിക്കുക, എന്നാണെങ്കിലും നിന്നെ അവൾ ഇഷ്ടപ്പെടും, അതെനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് നമ്മുടെ സുധീഷിനെ ഒരുപാട് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന പിറ്റേന്ന് രാവിലെ ആവുകയാണ്. അപ്പം നിധി ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സുഭാഷ് ചോദിക്കുന്നുണ്ട്, ഇന്ന് ഇപ്പോൾ ഉച്ചത്തേക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെയുള്ള ചോദിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുധീഷ് പതുക്കെ മുഖമൊക്കെ കഴുകിയിട്ട് വന്ന് പതുക്കെ നിധി നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ മുഖത്തോട് മുഖം നോക്കുന്നില്ല. അപ്പോൾ അത് ഇവർ മൂന്നും ഒരു ശ്രദ്ധിക്കുന്നുണ്ട്. ആരൊക്കെ? സുഭാഷ് ശ്രദ്ധിക്കുന്നുണ്ട്, ഹരീഷ് ശ്രദ്ധിക്കുന്നുണ്ട്, നികേഷും ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ആകെ ഒരു എന്തോ ഒരു വല്ലായ്മ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ നികേഷ് ചെന്നിട്ട് നമ്മുടെ നിധിയുടെ അടുത്ത് ചോദിക്കും, നല്ല നിധിയായിട്ടെത്തി, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലടാ, എന്താ അങ്ങനെ ചോദിച്ചേ? അതല്ല, നിങ്ങൾ ഇന്നലെ വന്നേ പിന്നെ രണ്ടുപേരും മിണ്ടുന്നില്ല. ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ വഴക്കുണ്ടാക്കൽ പതിവാണല്ലോ, അല്ലാതെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. നികേഷിന് കുറച്ച് വിശ്വാസമായി, കുറച്ച് വിശ്വാസമായില്ല. അത് കഴിഞ്ഞ് നിധി ജോലിക്ക് പോകുന്നതിന് മുന്നേയിട്ട് തുണിയൊക്കെ വാഷ് ചെയ്യാനായിട്ട് റൂമിൽ പോയി തുണിയൊക്കെ എടുത്തുകൊണ്ടുവന്ന് കഴുകാനായിട്ട് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ നിധി പോയതിന്റെ പുറകെ വെച്ച് പിടിക്കുകയാണ് നമ്മുടെ സുധീഷ്. എൻ്റെ സുധീഷ് ചെന്നിട്ട് ചോദിക്കും, നിധി എന്നോടൊന്നും തോന്നില്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് നിധിയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, സത്യമായിട്ട് നിധി ആധാർ കാർഡ് ആ രജിസ്റ്റർ മാരേജ് ചെയ്യണ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നൊന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല നിധി. അതെ, പുതിയ കള്ളത്തരം പറയാനാണെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിട്. വീട്ടിലുള്ളവർക്ക് സംശയം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് മിണ്ടണത്. അതെ, എന്നോട് പറഞ്ഞതും എന്നെ പ്രപ്പോസ് ചെയ്ത കാര്യങ്ങളൊന്നും അവരറിയണ്ട, കാരണം അവരെയും കൂടെ വിഷമിപ്പിക്കേണ്ട. ഇങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പെന്ന് അറിഞ്ഞാലേ അവരും കൂടെ നിങ്ങളെ വെറുത്തുപോകും. അതുകൊണ്ട് മാത്രം ഞാനായിട്ട് പറയുന്നില്ല, എന്നെ ഒന്ന് വെറുതെ വിടും. പുതിയ കള്ളത്തരങ്ങൾ പറഞ്ഞ് എൻ്റെ തല ചെവിയും പൊട്ടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നിധി ചൂടാവാൻ കേട്ടോ. അപ്പോഴേക്കും സുധീഷ് വീണ്ടും പറയണ, പ്ലീസ് നിധി, എന്നോട് വെറുപ്പും ദേഷ്യം തോന്നല്ലേ പ്ലീസ് എന്ന് പറയണ. എന്നിട്ട് നിധി പിന്നെ ഒന്നും മിണ്ടാനായിട്ട് നിന്നില്ല കേട്ടോ. നിധിക്ക് മനസ്സിലായി, അടുത്ത നമ്പറുമായിട്ട് പറഞ്ഞു. ആ ഒരു രീതിയിലാണ് നിധി സുധീഷിനെ കാണുന്നത്. കള്ളത്തരത്തിന്റെ ഉസ്താദ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഒരു നമ്പർ. പക്ഷെ ഈ സുധീഷിന്റെ മനസ്സ് ശരിക്കും എന്താണെന്നുള്ളത് നിധി മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നിധി ജോലിക്കൊക്കെ പോകാനായിട്ട് തയ്യാറാവുന്നുണ്ട്. അപ്പൊ നമ്മുടെ നികേഷ് ചോദിക്കുന്നുണ്ട്, അല്ല നിധിയേട്ടത്തി ഇന്ന് എന്താ ലേറ്റ് ആയിട്ട് പോണേ, ഒരുപാട് വൈകിയല്ലോ. എടാ, ഇന്ന് അവിടെ ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ട്, അപ്പൊ ചെന്നാലും അവിടെ ആരും കാണത്തില്ല, അപ്പൊ കുറച്ച് വൈകി പോയാൽ മതി എന്നൊക്കെ നികേഷിന്റെ അടുത്ത് പറയണേ. ഈ സമയം സുധീഷ് വീണ്ടും നമ്മുടെ നിധിയുടെ അടുത്ത് ചെല്ലാണ്. അതായത്, നിധി, ഞാൻ ഒരു കാര്യം പറയാനായിട്ടാണ് മെയിൻ വന്നത്. അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോൾ പറയും, അതെ, നിധിക്ക് ലൈസൻസ് എടുക്കണമല്ലോ, അപ്പൊ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആധാർ കാർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോഴും സുഭാഷ് വന്നിട്ട് പറയും, എടാ, ലൈസൻസ് കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നീ ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് ശരിയായോ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയും, ഞാൻ അതിന് അപ്ലൈ ചെയ്യാനുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട് സുഭാഷ് ഏട്ടാ, അപ്പൊ അത് വരുമായിരിക്കും എന്നുള്ള രീതിയിൽ സുഭാഷിന്റെ അടുത്തും പറയുന്നത്. അപ്പോഴേക്കും നിധി ജോലിക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങണ സമയം നികേഷ് ഫ്രണ്ട് ഇരിക്കുമ്പോൾ ഒരു പോസ്റ്റ്മാൻ വരികയാണ് കേട്ടോ. പോസ്റ്റ്മാൻ വന്നിട്ട് പറയും, ഇവിടെ നിധി ആരാണെന്ന് ചോദിക്കുക. അപ്പം സുധീഷ് നോക്കുമ്പോ, അല്ല സോറി, നികേഷ് നോക്കുമ്പോ, ഈ വീട്ടില് പോസ്റ്റ്മാനോ, ആരെയാണാവോ? അപ്പം നിധി എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം പോസ്റ്റ്മാൻ്റെ അടുത്ത് പറയും, ഏട്ടത്തെയാ, ഞാൻ വിളിക്കാന്ന് പറയും. അങ്ങനെ നമ്മുടെ നികേഷ് നമ്മുടെ നിധിയെ വിളിക്കുകയാണ്. അങ്ങനെ നിധിയെ വിളിച്ചിട്ട് പറയും, നിധിയേട്ടത്തി ഒരു രജിസ്റ്റേർഡ് ഉണ്ട്, പോസ്റ്റ്മാൻ വന്നിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ നിധി, എനിക്കോ? അങ്ങനെ നിധി പോസ്റ്റ്മാൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പൊ ചെല്ലുമ്പോഴത്തേക്ക് പോസ്റ്റ്മാൻ പറയും, അതെ, നിധിയുടെ പേരിന് ഒരു രജിസ്റ്റേർഡ് ഉണ്ടെന്ന് പറയും. അങ്ങനെ അത് ഒപ്പിട്ട് കൊടുത്തിട്ട് നോക്കിയാണ്. അപ്പൊ നിധി, അയാൾ പോകുന്നിട്ട് പോസ്റ്റ്മാൻ പോവാണ്. അപ്പോഴേക്കും നമ്മുടെ നികേഷ് പറയും, എന്താണെന്ന് പൊട്ടിച്ചു നോക്ക്. അല്ലടാ, എനിക്ക് എന്താടാ പോസ്റ്റിൽ വരാനായിട്ട്? അങ്ങനെ നമ്മുടെ നിധി അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി അത് പൊട്ടിക്കണം. ഈ സമയം നമ്മുടെ സുധീഷ് അപ്പൊ അതൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെ വരണം. കാരണം സുധീഷിനറിയാം 2 ദിവസത്തിനകത്ത് സംഭവങ്ങളൊക്കെ വരും എന്നുള്ളത്. അതായത് വേറൊന്നുമല്ല, സുധീഷ് ഇപ്പൊ ചെയ്തേക്കുന്ന കാര്യം നിധിയോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നിധിക്ക് ആധാർ കാർഡ് ഇവിടത്തെ അഡ്രസ്സിലായാൽ മാത്രമേ ഇവിടെ വെച്ചിട്ട് ഈ അഡ്രസ്സിൽ ലൈസൻസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവിടെ ചെന്ന് എടുക്കലെന്ന് വെച്ചാൽ അത് ഇവിടത്തെ ഇതിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ആദ്യമായിട്ട് നമുക്ക് ലൈസൻസ് എടുക്കുമ്പോൾ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടത്തെ അഡ്രസ്സ്, അപ്പൊ അവിടത്തെ അഡ്രസ്സ് കിട്ടണമെങ്കിൽ സുധീഷിന്റെ വൈഫാണ് എന്നുള്ളത് രേഖപ്പെടുത്തിയാലേ ഈ അഡ്രസ്സിൽ, കാരണം നിധി എന്ത് ബന്ധുവാ, അപ്പൊ സുധീഷിന്റെ ഐ ഡി
കാർഡ് വെച്ചിട്ട് സുധീഷിന്റെ വൈഫാണ് നിധി എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ നമ്മുടെ ലൈസൻസിന്റെ കാര്യത്തിന് വേണ്ടി ആധാർ കാർഡ് നമ്മുടെ സുധീഷ് ശരിയാക്കിയിരിക്കുന്നത്. അപ്പൊ അത് പൊട്ടിച്ച് നോക്കുമ്പോൾ നമ്മുടെ നിധി പറയും, ഇതെന്റെ ആധാർ കാർഡൊക്കെ ആണല്ലോ, പിന്നെ ലൈസൻസിന്റെ എന്തോ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ നിധി പറയാണ്. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് വന്നിട്ട് പറയാം, ഞാൻ പറഞ്ഞില്ലായിരുന്നു നിധി ആധാർ കാർഡ് വെച്ചിട്ട് നമുക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്യണമെന്ന്, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തത് വന്നതാണെന്ന് പറയും. അപ്പോഴേക്കും നിധി ഇങ്ങനെ തറപ്പിച്ച് സുധീഷിനെ നോക്കണം കേട്ടോ, തിന്ന് ദഹിപ്പിക്കും കണക്ക്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് സുധീഷ് പറയും, അല്ല നികേഷ് പറയും, അല്ല ഇതെങ്ങനെ ഇവിടത്തെ അഡ്രസ്സിലോട്ട് ചേച്ചിക്ക് വേട്ടത്തിമ്മയ്ക്ക് വന്നേന്നുള്ള രീതിയിൽ ആലോചിക്കണം, അതൊന്നും ഇങ്ങനെ തന്നേന്ന് പറഞ്ഞ് നികേഷ് അത് മേടിച്ച് നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന നിധി സുധീഷ് വൈഫ് ഓഫ് സുധീഷ് എന്നാണ് ഇട്ടേക്കണത്. അത് കണ്ടപ്പോഴേക്കും ചുമ്മാ അല്ല, ഇവിടെ പേര് മാറി, നിധിയേട്ടത്തിയുടെ രാജീവ് ശങ്കർ, നിധി രാജീവ് ശങ്കർ എന്നുള്ള പേര് മാറി നിധി സുധീഷ് എന്നുള്ള പേരാണ് വന്നേക്കുന്നതെന്ന് പറയും. അപ്പൊ നിധി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോഴേക്കും സുധീഷ് ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതായത് വേറൊന്നുമല്ല, ഇവിടത്തെ അഡ്രസ്സിൽ നിധിക്ക് എന്ത് ബന്ധമാണെന്ന് കാണിക്കണമെങ്കിൽ എൻ്റെ വൈഫ് ഓഫ് സുധീഷ് എന്ന് കൊടുത്താലേ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആധാർ കാർഡ് ആദ്യം അങ്ങനെ ആയി വന്നാലേ പിന്നെ ലൈസൻസിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ നിധി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിധിക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ ആധാർ കാർഡിന്റെ പേര് മാറ്റിയെടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഡൈവോഴ്സ് കിട്ടുമ്പോഴാണെങ്കിലും നിധിക്ക് മാറ്റിയെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് അങ്ങ് അകത്ത് കയറി പോവേണ്. കാരണം വെച്ചാൽ ഇനി സുധീഷ് കാരണമാണ് ഇങ്ങനെ പേര് മാറ്റിയെടുത്തു, ഇനി അതിനെ ചൊല്ലി ഒരു വാക്ക് തർക്കം വേണ്ടല്ലോ, അത് കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് സുധീഷ് അകത്ത് പോയപ്പോഴേക്കും നിധി നികേഷിനെ നോക്കിയാണ്. അപ്പൊ നികേഷിന്റെ മനസ്സിൽ അമ്പട കള്ള, അടുത്ത പണി കൊടുത്തിട്ടായി ഇരിക്കുന്നത്. അപ്പൊ നിധി അകത്ത് കയറി പോവണ്ട കേട്ടോ. അതൊക്കെ ചെന്ന് നോക്കിയിട്ട് നിധി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കാരണം ജോലിക്ക് പോകാൻ സമയമായി. പിന്നെ നിധി അതൊക്കെ എടുത്ത് വെച്ചിട്ട് ജോലിക്ക് നേരെ പോവാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സുധീഷ് നികേഷിന്റെ അടുത്ത് ചെന്നിട്ട് തോളത്ത് കൈവയ്ക്കും. എൻ്റെ നികേഷിന്റെ അടുത്ത് പറയും, എപ്പടി എൻ ഐഡിയ, അല്ല ഇതെങ്ങനെ സാധിച്ചെടുത്തു സുധീഷ് ഏട്ടാ, നിധിയേട്ടത്തി പോലും അറിയാണ്ട് എങ്ങനെയാ ഈ ആധാർ കാർഡ് അല്ലെ വൈഫോ സുധീഷും നിധി സുധീഷൊക്കെ പേര് മാറ്റിയത്? എടാ, നിയമപ്രകാരം അവൾ എൻ്റെ ഭാര്യയാണ്. ആ ഒരു അധികാരം വെച്ച് എൻ്റെ ആധാർ കാർഡ് വെച്ചിട്ട് അവളുടെ ആധാർ കാർഡിലെ പേര് മാറ്റി എൻ്റെ ഭാര്യയാണെന്നുള്ള പേരും കൊടുക്കാം. അതെങ്ങനെയുണ്ട്? അവളെ എടുത്ത് നോക്കുമ്പോൾ നിധി സുധീഷ് അത് അടിപൊളിയല്ലേ എന്ന രീതിയിലൊക്കെ നമ്മുടെ നികേഷ് പറയണ. ഓ അമ്പമ്പോ, ഇത് എങ്ങനെയായിരുന്നു, ഇത് എന്നാ പോയി ചെയ്തെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഹരീഷിന്റെ ഇങ്ങനെ വർക്ക്ഷോപ്പിൽ പോയ സമയത്ത് അവിടെ ഇരുന്ന് ഞാൻ ഇത് മൊബൈലിൽ കൂടെ തന്നെ ഇപ്പൊ ഓൺലൈൻ വഴി നമുക്ക് റിക്വസ്റ്റ് ചെയ്യാലോടാ, അങ്ങനെ ചെയ്തതാണ്. അന്ന് ഹരീഷ് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, വാതോരാണ്ട് അല്ലെങ്കിൽ എന്നെ ചെവി കടിക്കുന്ന ആളാ, ഇന്ന് എന്ത് ചെയ്യാണ് സുധീഷ് ഏട്ടാന്നൊക്കെ ചോദിച്ചപ്പോൾ സുധീഷ് കാര്യം പറഞ്ഞേടാ, ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പോവാണ്, അപ്പം നിധിയേട്ടത്തെ അറിയേണ്ടത് അന്ന് ഹരീഷ് ചോദിച്ചായിരുന്നു. അപ്പൊ ഹരീഷിനോട് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞ അവള് സമ്മതിക്കില്ല, ഇത് അങ്ങനെ കിടന്നോട്ടെ, അങ്ങനെങ്കിലും കിടക്കുമ്പോഴെങ്കിലും അവള് എൻ്റെ പേര് ഒന്ന് ഓർക്കുമല്ലോ, നിധി സുധീഷ് എന്നുള്ളതൊന്ന് ഓർക്കെങ്കിലും ചെയ്യുമല്ലോടാ. ഓ എന്നാലും ഇത് ചിലപ്പോൾ ഇനി വലിയ പ്രശ്നങ്ങളാവോ, ചീറ്റിംഗ് ആയി പോവോ സുധീഷ് ഏട്ടാ? അതൊന്നും ഇല്ലടാ, എന്തായാലും വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം എന്ന രീതിയിൽ രണ്ട് കൽപ്പിച്ച് എന്നെ സുധീഷ് നിൽക്കാൻ കേട്ടോ. അങ്ങനെ എന്തായാലും ആ കാര്യങ്ങളൊക്കെ നികേഷിനോട് പറഞ്ഞു കൊടുക്കണേ. നികേഷ് എന്തായാലും സമ്മതിച്ച് തന്നേക്കുന്നു, എൻ്റെ സുധീഷ് ഏട്ടാ നിങ്ങൾ എന്തായാലും നന്നാവൂല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, എന്തേ നന്നായ നീ എനിക്ക് വല്ല സർട്ടിഫിക്കറ്റ് തരുമോ, പോയിരുന്ന് പഠിക്കട ഇറക്കാന്ന് പറഞ്ഞിട്ട് നികേഷിനെ കയറ്റി വിടും. നമ്മൾ പൊക്കോളാവേ എന്ന് പറഞ്ഞിട്ട് നികേഷ് അകത്തോട്ട് കയറിപ്പോവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നിധി ജോലിക്ക് പോകുന്നുണ്ട്. പിറ്റേ ദിവസം നമ്മുടെ നിധി ലൈസൻസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സുധീഷിന്റെ കൂടെ നമ്മുടെ തോമസ് ഏട്ടന്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പൊ സുധീഷ് പറഞ്ഞിട്ടാണ് നിധി റെഡിയായി വരുന്നത്. അങ്ങനെ തോമസ് ഏട്ടന്റെ അടുത്ത് നേരത്തെ കൂട്ടി എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നിധിയും കൂട്ടി ഞാൻ വരും തോമസ് ഏട്ടാ, അപ്പൊ ലൈസൻസ് ഒക്കെ ഒന്ന് ശരിയാക്കി തരണമെന്ന് പറഞ്ഞു വെച്ചിട്ടാണ് പോണത്. അങ്ങനെ നിധി ഫോട്ടോയും മറ്റ് വേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ പോവാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ് തന്നെ ട്രാവൽ ഏജൻസി ചെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ നിധിയെ കൊണ്ട് വന്നിട്ടുണ്ട് തോമസ് ഏട്ടാന്നൊക്കെ പറഞ്ഞിട്ട് നിധിയെ തോമസ് ഏട്ടന്റെ മുമ്പിൽ ഭയങ്കര ഒരിതായിട്ട് ഭയങ്കര കെയറിങ് ഒക്കെ ആയിട്ട് സുധീഷ് ആക്കെയാണ്. അപ്പം തോമസ് ഏട്ടൻ പറയും, മോളെ അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോൾ അധികം ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല, സുഖമാണോ മോളെ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ നിധി ചിരിച്ചിട്ട് സുഖമായിട്ടിരിക്കണം ഏട്ടാന്നൊക്കെ പറയും. ജോലിയൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? കുഴപ്പമില്ല തോമസ് ഏട്ടൻ, നന്നായിട്ട് പോകുന്നുണ്ടെന്നൊക്കെ പറയും കേട്ടോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ മോക്ക് വണ്ടി ഓടിക്കാൻ
അറിയോ? അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ആ അവള് നന്നായിട്ട് വണ്ടി ഓടിക്കും, എന്നെ പുറകിലിരുത്തി കൊണ്ടാ ഓടിക്കണേ എന്നൊക്കെ പറയാം. അപ്പൊ ഓവർ ഡയലോഗ് കണ്ടപ്പോഴത്തേക്ക് നിധി പതുക്കെ തിരിഞ്ഞ് സുധീഷിന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കും. അപ്പോഴേക്കും സുധീഷ്, അല്ല ഞാൻ പറഞ്ഞതാ എന്നേ ഉള്ളൂ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, പിന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പൊ ആ ഫോം ഫില്ല് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ പിന്നെ നമുക്ക് എളുപ്പമുണ്ട്. പിന്നെ നമ്മുടെ സുധീഷിന്റെ വൈഫിന് വേണ്ടിയിട്ട് അല്ലാണ്ട് പിന്നെ ആർക്കാ നമ്മളെ ചെയ്തു കൊടുക്കേണ്ടത്, പെട്ടെന്ന് എന്നെ റെഡിയാക്കി തരാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിധിക്കും ഭയങ്കര സന്തോഷമാവുകയാണ്, കാരണം ഇനിയിപ്പോ ഒരു വണ്ടിയിൽ പോയി വരാലോ. അങ്ങനെ ആ ആപ്ലിക്കേഷനൊക്കെ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് തോമസ് ചേട്ടന് ഒരു കോൾ വരുമ്പോൾ തോമസ് ചേട്ടൻ വെളിയിലോട്ട് പോകണം. ആ സമയം കൊണ്ട് സുധീഷ് ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പറയാം, അല്ലെങ്കിൽ നിധി ഫില്ല് ചെയ്തു, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര കൊള്ളത്തില്ല. അപ്പോഴേക്കും നിധി ദേഷ്യത്തിൽ ആ ഫോമൊക്കെ ഇങ്ങനെ മേടിച്ചിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ. എന്നിട്ട് ആ ഫോട്ടോസ് എടുക്കും. ഫോട്ടോസ് എടുക്കുമ്പോൾ പതുക്കെ നിധി കാണാണ്ട് സുധീഷ് അതിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് പതുക്കെ പേഴ്സിൽ വെക്കും കേട്ടോ. എന്നിട്ട് ബാക്കി ഫോട്ടോസ് എല്ലാം കൊടുക്കുന്നുണ്ട്. സുധീഷിന് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം നിധി ആ ഫോട്ടോയുടെ എണ്ണം എണ്ണി നോക്കുമോ എന്നൊക്കെ. അപ്പോഴേക്കും നിധി പിന്നെ ഭാഗ്യത്തിന് ഒരെണ്ണം എടുത്തിട്ട് ബാക്കി ഫോട്ടോസ് എല്ലാം അതിലാക്കി തന്നെ ബാഗിനകത്ത് വെക്കാൻ കേട്ടോ. അപ്പോഴേക്കും സുധീഷിന് സമാധാനമായി, ഓ ഫോട്ടോയുടെ കാര്യം എന്തായാലും തീരുമാനമായി എന്നുള്ള രീതിയിൽ, കാരണം ഒരു ഫോട്ടോ സുധീഷിന് അടിച്ചു മാറ്റി പേഴ്സ് വെക്കാൻ കിട്ടിയല്ലോ, ആ ഒരു സന്തോഷം. അങ്ങനെ അത് കഴിഞ്ഞ് തോമസ് ഏട്ടൻ വന്നിട്ട് ആ ഫോമൊക്കെ മേടിക്കുകയാണ്. അപ്പോൾ ഓൺലൈൻ വഴി മോളെ ഞാൻ അപ്ലൈ ചെയ്തോളാം, എന്നിട്ട് വിളിക്കുമ്പോൾ മോള് വരണം, എടുത്തു കൊടുക്കേണ്ടി വരും, അന്നേരം ഒന്ന് വന്ന് എടുത്താൽ മതി, മോള് വേഗം നമുക്ക് റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കും സുധീഷ് തോമസേന്റെ അടുത്ത് താങ്ക്സ് ഒക്കെ പറയണം, വാ നിധി നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞ് ഒരു ഭാര്യ ഭർത്താവും തമ്മിലുള്ള ഒരു ഫ്രീഡത്തോട് കൂടിയൊക്കെയാണ് അവരെ ഒരു സംസാര രീതികൾ. അപ്പൊ തോമസ് ഏട്ടന് ഒരു സംശയം ഇളവാക്കേണ്ട കാര്യമില്ലല്ലോ. ഇനിയിപ്പോ ഇവര് തമ്മിലുള്ള വഴക്കം കാര്യങ്ങളും എന്തിനാ തോമസ് ഏട്ടനെ കൂടെ അറിയിക്കണം എന്ന് കരുതിയോണ്ട് നിധി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇനി വരുന്ന സീനിലൊക്കെ കാണിക്കുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കേൾക്കുക, അതോടൊപ്പം തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ. ലൈക്ക് അടിക്കാനായിട്ട് ആരും മറന്നു പോകില്ലേ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി പറഞ്ഞുകൊണ്ട് കാറ്റത്തെ കിളിക്കൂടിന്റെ നെക്സ്റ്റ് എപ്പിസോഡ് വിശേഷം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.